ചെറുപുഴയിൽ ഹിന്ദു ഏകതാ സമ്മേളനം നടന്നു. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ. ചെറുപുഴയിൽ ഹിന്ദു ഏകതാ സമ്മേളനം നടന്നു. ചെറുപുഴ മേലെ ബസാറിൽ നടന്ന സമ്മേളനം മുൻ കേരള DGP TP സെൻകുമാർ ഉദ്ഘാടനം ചെയ്തു. അതാണ് അഭ്യുദയം. മനുഷ്യ ജീവിതത്തിൽ ആത്യന്തിക ദുഃഖനിവൃത്തിയിലേക്ക് ഉയരാനാവണം. അതാണ് മോക്ഷം. ആത്യന്തിക ദുഃഖനിവൃത്തി അല്ലെങ്കിൽ നിരുദാശയമായ സുഖപ്രാപ്തി എന്നതിനാണ് മോക്ഷം, നിശ്രേയസം എന്നൊക്കെ പറയുന്നത്. ഇതും ധർമ്മത്തിലൂടെയാണ് പ്രാപിക്കുന്നത്. ഓം ശാന്തി ശാന്തി ശാന്തിഹ. ഞാനിപ്പോൾ ധർമ്മത്തിനൊരു നിർവചനം പറഞ്ഞു. അത് ധർമ്മമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിൽ ചെറിയ അധർമ്മമുണ്ട്. പക്ഷേ ധർമ്മത്തിനെ രക്ഷിക്കാനായിട്ട് ചെറിയ കാര്യങ്ങൾ അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ ചെയ്തില്ലെങ്കിൽ അത് അവിടെ മാത്രമല്ല, മഹാഭാരതത്തിലും കാണാം. കുരുക്ഷേത്ര യുദ്ധത്തിൽ കർണന്റെ രഥം ചെളിയിലാണ്ട് കർണൻ രഥത്തിന്റെ ചക്രങ്ങൾ ഉയർത്താൻ ശ്രമിക്കുമ്പോഴാണ് കൃഷ്ണൻ അർജുനനോട് പറയുന്നത്, ഇപ്പോൾ കർണനെ കൊല്ലുവെന്ന്. നിരായുധനായ ആളെ കൊല്ലുന്നത് അധർമ്മമാണ്. പക്ഷെ കർണൻ അത് അർഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് കാര്യം. അതുപോലെ ബാലിയും അത് അർഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ധർമ്മത്തെ രക്ഷിക്കാനായി നമ്മൾക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അങ്ങനെ അത് ചെയ്തേ പറ്റൂ. ഗോക്കടവ് KR ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. അനേക മതങ്ങളിൽപ്പെട്ട ആൾക്കാരുണ്ട്. വളരെ സൗഹാർദ്ദപരമായിട്ട് സ്നേഹത്തോടുകൂടി അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് ഇതൊരു രാജ്യമായി കണ്ടുകൊണ്ട്, ഇത് നമ്മുടെ രാഷ്ട്രമായി കണ്ടുകൊണ്ട്, അതിനെ ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ കണ്ടുകൊണ്ട് പോകുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭാരതത്തിലേക്ക് എല്ലാ ലോക രാഷ്ട്രങ്ങളും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മള് ഭാരതത്തെ മാത്രമല്ല ലോകത്തെ. രാജു ചുണ്ട സ്വാഗതം പറഞ്ഞു. ചീമേനി അവധൂതാശ്രമത്തിലെ സ്വാമി സാധു വിനോദൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പ്രമുഖ പ്രഭാഷകൻ K സജീവൻ ആറളം മുഖ്യപ്രഭാഷണം നടത്തി. VR സന്തോഷ് കുമാർ നന്ദി പറഞ്ഞു. നമുക്കറിയാം, ഹിന്ദു ഏകതാ സമ്മേളനം എന്ന് പറയുന്നത് മറ്റ് മതവിഭാഗങ്ങൾക്കോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ ഒന്നും എതിരെ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയല്ല. മറിച്ച് ദേശീയ ബോധമുള്ള ഒരു ഹൈന്ദവ ജനത ഉണ്ടാവണം. ജാതി ചിന്തകൾക്ക് അതീതമായി ഹിന്ദുവിന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി അഡ്രസ് ചെയ്യാൻ വേണ്ടി ദേശീയ ബോധമുള്ള ഒരു ജനത എഴുന്നേൽക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ്. നമ്മുടെ രാജ്യം മതേതര രാജ്യമാണ് എങ്കിൽ പോലും ചില പ്രത്യേക ഗൃഹപ്രവേശം, വിവാഹം, ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്. മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.